ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിന്റെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ആരുടെ പാവന സ്മരണകളാൽ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാം ഹൃദയങ്ങൾ സാന്ദ്രമാകുന്നു, ധന്യമാകുന്നു. ആ മഹാത്മാവിൻ്റെ കുമാരനാശാന്റെ ധന്യ സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. ഏതാണ്ട് ഇതുപോലൊരു സമയത്തായിരുന്നു അവിടുത്തെ ജീവിതം അസ്തമിച്ചത്. ആലുവ സർവമത സമ്മേളനം സമാഗതമായ സന്ദർഭം അതിനുള്ള ഒരുക്കുകളെല്ലാം ആലുവയിൽ പൂർത്തിയായിരിക്കുന്നു. കാലേ കൂട്ടി തന്നെ അതിൽ പങ്കെടുക്കേണ്ടവർ എത്തിയും തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ആലുവ അദ്വൈതാശ്രമം അവിടുത്തെ അന്തേവാസികൾ സർവമത സമ്മേളനത്തിന്റെ സംഘാടകർ വിശേഷിച്ചും വീർപ്പുമുട്ടിക്കഴിയുകയാണ്. ആരാണ് ഇങ്ങനെ ഒരു സർവമത സമ്മേളനം നടത്തുവാൻ കൽപ്പിച്ചത്? ആ പുണ്യാത്മാവ് ആ സമയവും അവിടെ എത്തിയിട്ടില്ല. അവിടുത്തെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഒരു ശിഷ്യൻ കൊല്ലത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം തൃപ്പാദങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. കൊല്ലത്ത് നിന്ന് ബോട്ടിൽ ആലപ്പുഴയിലേക്ക് വരുന്നു. ആലപ്പുഴ തങ്ങിയിട്ടാണ് പിറ്റേന്ന് വെളുപ്പിനെ എറണാകുളത്തേക്ക് ആലുവയിലേക്ക് പുറപ്പെടുക. ആ ബോട്ടിൽ കുറെ ആളുകൾ ഉണ്ടായിരുന്നു, സഞ്ചാരികളായി. ആ സമയത്ത് ലഭ്യമായിരുന്ന ഒരു മുന്തിയ ബോട്ടിൽ തന്നെയായിരുന്നു തൃപ്പാദങ്ങൾക്ക് യാത്രയ്ക്കുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നത്. അന്ന് തങ്ങൾക്ക് ലഭിച്ച ആ വിശിഷ്ടാതിഥിയെ ആ ബോട്ടിലെ ജീവനക്കാരും അധികൃതരും വളരെ ബഹുമാനത്തോടെ കണ്ടു.
ഇടയ്ക്ക് നിന്നെല്ലാം യാത്രക്കാർ കയറുന്നുണ്ടായിരുന്നു. ആ ബോട്ടിലെ നിശബ്ദത സാധാരണയിൽ കവിഞ്ഞുള്ള അതിലെ അച്ചടക്കം എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തു, അതിനോട് സഹകരിക്കുകയും ചെയ്തു. ഗുരുദേവൻ ഏതാണ്ട് അഗാധ ചിന്തയിൽ മുഴുകി ഇരിക്കുകയാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി മറ്റുള്ളവരും പരിപൂർണ അച്ചടക്കം പാലിക്കുകയാണ്. ആ സമയം ഇതാ ഒരു സാധാരണ യാത്രക്കാരൻ തൃപ്പാദങ്ങളെ സമീപിച്ച് വന്ദിക്കുന്നു. ആ വന്ദനം അവിടുന്ന് അറിയുന്നു. അവിടുന്ന് കണ്ണുകൾ തുറന്ന് ഈ സഞ്ചാരിയെ ഉറ്റുനോക്കുന്നു. ആ സഞ്ചാരി പരിചയപ്പെടുത്തിയത് ഊരും പേരും ഒന്നും പറഞ്ഞല്ല. അദ്ദേഹം തൃപ്പാദങ്ങളെ പരിചയപ്പെടുത്തുന്നത്, സ്വാമി, അടിയനും വന്ന ആ ബോട്ടിലുണ്ടായിരുന്നു. എല്ലാവരും ആകാംക്ഷാഭരിതരായി. ആ മഹാദുരന്തം നടന്നിട്ട് ഏതാണ്ട് 2 മാസമാകുന്നില്ല. ആ ദുരന്തത്തിന്റെ ആ ഭീകരത എന്ന് തന്നെ പറയാം. എത്രയോ ജീവനുകൾ പൊലിഞ്ഞു. പക്ഷെ അതൊന്നുമല്ല ശ്രദ്ധിക്കപ്പെട്ടത്. നാം അറിയുന്നത് പോലെ കുമാരനാശാന്റെ ജീവനെടുത്ത ആ ബോട്ട്, അതിന് നിമിത്തമായ ആ ബോട്ട് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി, ആ ബോട്ടിൽ ഞാനും ഉണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ അദ്ദേഹം വിതുമ്പിപ്പോയി. പാദങ്ങൾ ആ മനുഷ്യനെ ഉറ്റുനോക്കി. എന്താണുണ്ടായതെന്ന് തൃപ്പാദങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹം ആ ഉണ്ടായ അനുഭവം തൃപ്പാദങ്ങളെ വിവരിച്ചു കേൾപ്പിക്കുന്നു. അതെല്ലാം ശ്രദ്ധയോടെ അവിടുന്ന് കേൾക്കുന്നു. ബോട്ട് ഏതാണ്ട് ആലപ്പുഴയോടടുക്കുകയാണ്. ആ മനുഷ്യനെ പല്ലനയ്ക്ക് മുമ്പ് ഉള്ള കടവിൽ ഇറങ്ങേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹം തൃപ്പാദങ്ങളെ വന്ദിച്ചിറങ്ങി. ഇതാ ബോട്ട് പല്ലന കടന്നു പോവുകയാണ്, പല്ലനയോടടുക്കുന്നു. ആ മനുഷ്യന്റെ ആ വിവരണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ രംഗം ചിത്രത്തിൽ എന്നതുപോലെ എല്ലാവരും കണ്ടിരിക്കുന്നു. തങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബോട്ടിൽ ആശാന്റെ സാന്നിധ്യവും അവരനുഭവിക്കുകയാണ്. പലരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലും എല്ലാവരും ആകാംക്ഷയോടെ ഇതെല്ലാം കേട്ടിരുന്ന തൃപ്പാദങ്ങളുടെ ഭാവം എന്ത് എന്ന് സാഗൂതം നിരീക്ഷിക്കുന്നുണ്ട്. ഇതാ ആ ദുരന്ത ഭൂമിയിൽ ബോട്ടെത്തിയപ്പോൾ ഗുരു കൈകൊണ്ട് ചെറിയൊരു ആംഗ്യം കാണിച്ചു. അത് പ്രകാരം ആ ബോട്ട് അവിടെ അല്പസമയം നിന്നു.
തൃപ്പാദങ്ങൾ ആ സ്ഥാനത്തേക്ക് കുറേ സമയം നോക്കിയിരുന്നു. അവിടുന്ന് ഏതാനും നിമിഷം കണ്ണടച്ച് അവിടെ അപ്പോൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള എടുത്തറിയത്തക്ക വലിയ സ്മാരക കുടീരങ്ങളൊന്നും ഒരുങ്ങിയിട്ടില്ല. ആ തോടിന്റെ കരയോട് ചേർന്ന് ഒരു കല്ലറ കെട്ടുകയുണ്ടായി. ആ പ്രദേശത്തുകാരായ ആരാധകർ പെട്ടെന്ന് തീരുമാനിച്ച് അതിനുള്ള സാമഗ്രികളൊക്കെ സംഘടിപ്പിച്ച് ഒരു കല്ലറ കെട്ടി ആശാന്റെ മൃതദേഹം അവിടെ സംസ്കരിക്കുകയായിരുന്നു. ആലപ്പുഴയിലെ ആത്മവിദ്യാ സംഘക്കാർ മരണാനന്തര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഗുരുദേവ ശിഷ്യനായ ആര്യഭടസ്വാമികൾ ആശാന്റെ കടുത്ത ആരാധകനായിരുന്ന ആശാൻ കവിതകളെ അടിസ്ഥാനമാക്കി മലയാളക്കര മുഴുവൻ സഞ്ചരിച്ച് പാടിയും പ്രസംഗിച്ചും ജനങ്ങളെ ആനന്ദിപ്പിച്ച ആര്യഭടസ്വാമികൾ ഗുരുദേവ ശിഷ്യഗണങ്ങളിൽ അദ്ദേഹത്തിന് മാത്രമേ ആശാൻ അന്തിമോപചാരം അർപ്പിക്കുവാൻ ഭാഗ്യമുണ്ടായുള്ളൂ. അദ്ദേഹം ആ മൃതദേഹത്തിൽ ഒരു പട്ടു വിരിക്കുകയുണ്ടായി. ഇവിടെ ഇതാ മാസങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൂടെ ആഴ്ചകൾ പിന്നിട്ടതേയുള്ളൂ. ആശാനെ ആശാനാക്കിയ ഗുരു തന്നെ ഇതാ ആ സ്ഥലത്ത് വന്ന് ആ ആത്മാവിന് വേണ്ടി, തൻ്റെ അരുമ ശിഷ്യന് വേണ്ടി പ്രാർത്ഥനയർപ്പിക്കുന്നു. ഏതാനും നിമിഷം എല്ലാവരുടെയും മനസ്സാക്ഷാ സ്മരണകളാൽ, അവിടുത്തേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാൽ സാന്ദ്രമായിരുന്നു. ഇതാ ഗുരുവിന്റെ അനുജ്ഞപ്രകാരം ബോട്ട് മുമ്പോട്ട് നീങ്ങി. ഗുരുദേവനോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അവരോർക്കുകയാണ്, ഏതാണ്ട് ഒരു 2 മാസം മുമ്പാണ് ഇതുപോലൊരു പ്രഭാതത്തിൽ ഒരു പ്രത്യേക കൽപ്പന കൊടുക്കുന്നു. അന്തേവാസികളെല്ലാം പ്രഭാത കൃത്യങ്ങളെല്ലാം വേഗം തീർത്ത് വർണ്ണശാലയിലെത്തണം. ഗുരുദേവ കൽപ്പനയുണ്ടായാൽ പെട്ടെന്ന് തന്നെ അത് നിർവഹിക്കപ്പെടും. എല്ലാവരും മറ്റ് കൃത്യങ്ങളിൽ നിന്നൊഴിഞ്ഞ് ദേഹശുദ്ധി വരുത്തി വർണ്ണശാലയിൽ ഒത്തുകൂടി തൃപ്പാദങ്ങൾ കൽപ്പിച്ചു. എല്ലാവരും പ്രാർത്ഥിക്കണം. എന്തിനെന്ന് പറയുന്നില്ല. പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അത് എന്തിനെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ചിലരുടെ ഉള്ളിൽ എങ്കിലും ആകാംക്ഷ ഉണ്ടാകാതിരുന്നില്ല. ഇന്നെന്തെങ്കിലും വിശേഷ ദിവസമായി അവർക്ക് തോന്നിയില്ല. തങ്ങൾ ശ്രദ്ധിക്കാതെ പോയ എന്തെങ്കിലും വിശേഷ ദിവസമാണോ എന്ന്
ചിലർ ആശങ്കപ്പെടാതെയും ഇരുന്നില്ല. ആ പ്രഭാതത്തിലെ പ്രാർത്ഥന എല്ലാവരും ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു. ഗുരുദേവൻ ഇതിനെല്ലാം സാക്ഷിയായി തികച്ചും ധ്യാന നിമഗ്നനായി തന്നെ വർണ്ണശാലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. നേരം പുലർന്നു. എല്ലാവരും ഗുരുവിനെ വന്ദിച്ച് അവരുടെ കർമ്മങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. എങ്കിലും എല്ലാവരുടെയും മനസ്സിൽ അകാരണമായി എന്തോ ഒരു ഭാരം. സാധാരണ ഇങ്ങനെ പ്രാർത്ഥന കഴിയുമ്പോൾ ഉള്ള ഭാരമത്രയും ഒഴിഞ്ഞു പോകുന്നതായാണ് അനുഭവം. ഇതാ സമയം പോകുന്നു. ഏതാണ്ടൊരു 9:30, 10 മണിയോടടുക്കുന്നു. ആ സമയത്ത് ശിവഗിരിയിൽ ഒരു വാർത്തയെത്തുന്നു. ഇതാ ഒരു ബോട്ടപകടം നടന്നിരിക്കുന്നു. കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട ഒരു ബോട്ട് ആലപ്പുഴയിൽ എങ്ങോ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അതെല്ലാവരും ശ്രദ്ധിച്ചു. ഈ വിവരം പറയുവാൻ വന്ന, കേട്ടറിഞ്ഞ് ഈ വിവരം ശിവഗിരിയിൽ തൃപ്പാദങ്ങളെ ഉണർത്തിക്കുവാൻ വന്ന ആൾക്ക് ബാക്കി പറയുവാൻ നാവ് പൊന്തുന്നില്ല. അയാളുടെ മുഖത്തെ വിമ്മിഷ്ടം കണ്ട് ആരോ നിർബന്ധിച്ചപ്പോൾ അയാൾ പറയുന്നു, ആ ബോട്ടിൽ ആശാനുമുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ദൈവമേ, എല്ലാവരുടെയും നെഞ്ചിടിച്ച്. കേട്ടത് സത്യമാകരുതേ, അത് വെറും ഒരു ഊഹം മാത്രമായിരിക്കണേ. ആരായിരിക്കും അങ്ങനെ ആഗ്രഹിക്കാതിരിക്കുക? പക്ഷേ കടന്നു ചിന്തിക്കുവാൻ കഴിവുള്ള ചിലരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. അവർ നെഞ്ചത്ത് കൈവച്ചു. സംശയിക്കാനില്ല, ആശാൻ പോയി. ആശാൻ പോയി. അവരുടെ നെഞ്ച് വിങ്ങിത്തുടങ്ങി. ചിലർ വിങ്ങി പൊട്ടുക തന്നെ ചെയ്തു. അവർക്കെന്താണ് ആ കാര്യത്തിലുണ്ടായിരുന്ന ഉറപ്പ്? അവർക്ക് സംശയമുണ്ടായില്ല. ഇന്ന് വെളുപ്പിന് തൃപ്പാദങ്ങൾ തങ്ങളെ എല്ലാം വിളിച്ചു കൂട്ടിയത്, തങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഊഹിക്കുവാൻ കഴിഞ്ഞ എണ്ണം പറഞ്ഞ ഗുരുദേവ ശിഷ്യന്മാരിവിടെ ഉണ്ടായി. അന്നത്തെ ദിവസം ഗുരുദേവൻ തികച്ചും മൗനിയായി കഴിഞ്ഞു എന്നല്ല, ആഹാരമൊന്നും കഴിച്ചില്ല. തന്റെ ശിഷ്യന്റെ ആ സ്മരണയിൽ, അഥവാ ശിഷ്യന്റെ ആ പരമപദ പ്രാപ്തിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൃപ്പാദങ്ങളും കഴിയുകയായിരുന്നു. ദൈവമേ, അസാധാരണമായ ജീവിതം നയിച്ച ഒരാൾ രാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, ഗുരുക്കന്മാരുണ്ടാവും, പക്ഷേ നല്ല ശിഷ്യന്മാരാണ് ഉണ്ടാകാത്തത്. നല്ല ശിഷ്യന്മാരെന്ന് പരമഹംസദേവൻ ഉദ്ദേശിച്ചതെന്തിനാണ്? ഗുരുവിന്റെ വക്താക്കളോ പ്രയോക്താക്കളോ ആയി തീരുവാൻ.
തക്ക യോഗ്യതയുള്ളവർ വളരെ കുറവായിരിക്കും അത്രേ. ബാഹ്യദൃഷ്ടിയിൽ നോക്കുമ്പോൾ രൂപത്തിലും ഭാവത്തിലും ഗുരുവാണെന്ന് അവർ മനസ്സിലാക്കിയെന്നിരിക്കും. അദ്ദേഹം വലിയ മഹാനാണ്, ഇനി അതിനുപരി സിദ്ധനാണ് എന്നൊക്കെ പറഞ്ഞെന്നിരിക്കും. അദ്ദേഹത്തോട് ചെയ്യേണ്ടതായ ബഹുമാന ഉപചാരാദികളെല്ലാം തന്നെ അവർ ചെയ്യുന്നുമുണ്ടാകും. പക്ഷേ ബാഹ്യമായ ഇത്തരം സമീപനങ്ങൾ ഗുരുവിൻ്റെ മഹത്വത്തെ കുറഞ്ഞൊരു രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എങ്കിലും അതിനെ പൂർണ്ണമായി വെളിവാക്കുവാൻ സാധിക്കുന്നതല്ല. ഒരു ഗുരുവിൻ്റെ ഹിതമെന്ത്, ആശയാദർശങ്ങളെന്ത്, ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സൂര്യന്റെ പ്രകാശത്തെ ആവാഹിച്ച് ഇതാ പ്രകാശം പരത്തുന്ന പൂർണ്ണ ചന്ദ്രനെ പോലെ ഗുരുവിൻ്റെ ആദർശങ്ങൾ അത്രയും പ്രതിഫലിപ്പിക്കുവാൻ അതുപോലുള്ള ശിഷ്യന്മാർക്ക് മാത്രമേ സാധിക്കൂ. ഏത് ഗുരുപരമ്പരയും എടുക്കുക, അതിൽ സവിശേഷ വരം ലഭിച്ചവർ, സവിശേഷമായ ഗുരുകൃപ ലഭിച്ചവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. രാമകൃഷ്ണ പരമഹംസദേവനത് സ്വാമി വിവേകാനന്ദനായിരുന്നു. ഗുരുദേവനെ സംബന്ധിച്ച് പല വിവേകാനന്ദന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. എന്നിരുന്നാലും ഗുരുവിനെ ഒരു സവിശേഷ രീതിയിൽ ഉൾക്കൊണ്ടവതരിപ്പിക്കുവാൻ, അതിനുവേണ്ടി തന്നെ ആ ജന്മം പൂർണ്ണമായും തയ്യാറെടുക്കുകയായിരുന്നു. നമുക്കറിയാം ഗുരുപാദ ദശകം. ഗുരുവിനെ എത്ര ആഴത്തിൽ ആശാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിന് ആ ഒരു പ്രാർത്ഥന, ഗുരു കീർത്തനം ധാരാളം മതിയാവും. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുമാരനാശാൻ അരുവിപ്പുറം അന്തേവാസിയായി കഴിയുന്ന കാലത്താണ്. ബാംഗ്ലൂർ വിദ്യാഭ്യാസത്തിന് പോകുന്നതിന് മുമ്പാണ് ഈ കീർത്തനം എഴുതിയത് എന്നാണ്. ആരംഭകാലത്ത് ഗുരുവിനോടൊത്തുള്ള സഹവാസം അതുണ്ടായിട്ട് അല്പ കാലമേ ആയിട്ടുള്ളൂ. ഏതാനും ആഴ്ചകളിലെ പരിചയം, ആ ഏതാനും ആഴ്ചകളിലെ ആ പരിചയം വെച്ച് ഇതാ ഗുരുവിനെ ഗുരുവിൻ്റെ രൂപമായി കൊള്ളട്ടെ, ഗുരുവിൻ്റെ ആശയമായി കൊള്ളട്ടെ, ഗുരുവിനെ സമീപിക്കേണ്ട രീതിയായി കൊള്ളട്ടെ, ഇതിനെയെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കി ഇതുപോലെ പ്രതിഫലിപ്പിക്കുവാൻ ഏതാണ്ട് കേവലം 20 വയസ്സ് മാത്രമുണ്ടായിരുന്ന കുമാരന് കഴിയുന്നു. ഗുരുപാദ ദശകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടതില്ല, ഏറെക്കുറെ എല്ലാവർക്കും അത് ഹൃദിസ്ഥമാണ്.
ഏതെല്ലാം തരത്തിലാണ് ഗുരുവിനെ അദ്ദേഹം കാണുന്നത്. മനസ്സിൽ പതിങ്ങിയ ഒരു പരാമർശം, കണ്ണിൻ കോണാർന്ന് കാണും ഗുരുപതകമെല്ലാം. ഇവിടെ ഇതാ വിണ്ണോർ നാട്ടിലെ പലതിനെയും നമുക്കറിയാം. യോഗേശൻ സൃഷ്ടി ചെയ്യുന്നിഹ, ഭുരഭിമാം രക്ഷ ചെയ്യുന്നു വിഷ്ണു. ശ്രീകണ്ഠൻ സംഹരിക്കുന്നു. ഇവർ മമ ചിരസംസാരഹേതുക്കളല്ലോ. ത്രിമൂർത്തികളുണ്ടായിരുന്നു. മാത്രമോ 33 ദേവതകളും ഉണ്ടായിരുന്നു. പക്ഷേ സംസാര ദുഃഖം തീർന്നില്ല. അവരെ നിരന്തരം ഉപാസിച്ചു പോരുന്നു തലമുറകളായി, യുഗങ്ങളായി. എക്കാലവും ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് സംസാര ദുഃഖമകലണം. ഈ ഭവാപ്തിയിൽപ്പെട്ടുഴലുന്നു. അതിൽ നിന്ന് കരകയറുവാൻ തലമുറകളായി പ്രാർത്ഥിച്ചു പോരുന്നു. പക്ഷേ കരയേറുവാൻ സാധിക്കുന്നില്ല. നോക്കൂ, ഭക്തനായി കഴിയുകയായിരുന്നു കുമാരി. യൗവനത്തിന്റെ ആ ഉച്ചസ്ഥായിയിൽ ഒരു 19 വയസ്സെന്ന് പറയുമ്പോൾ അന്നത്തെ കാലമാണ്. ഗാർഹസ്ഥ്യത്തിലേക്ക് കടന്ന് സന്തതികൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കും. അങ്ങനെ യൗവനത്തിന്റെ ആ ചോരത്തളപ്പിൽ, അതിൻ്റെ ആവേശത്തിൽ, ജീവിതത്തിൽ സാഹസം പ്രവർത്തിച്ചുകൊണ്ട്, പല പല അബദ്ധങ്ങളും പിണഞ്ഞുകൊണ്ട് കഴിഞ്ഞ് പോകുന്ന യൗവനം. തൻ്റെ സമപ്രായക്കാരെല്ലാം സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ അസ്വസ്ഥചിത്തനായി. ആ അസ്വസ്ഥത എന്തായിരുന്നു? എവിടെയാണോ ആത്മാവ് ചെന്ന് വിലയിക്കേണ്ടത്, ഏതിനെ ആശ്രയിക്കുമ്പോഴാണോ ആത്മാവ് പ്രശാന്തമാകുന്നത്, അങ്ങനെ ഒരു ആശ്രയം തേടി അലയുകയായിരുന്നു. ഏകാന്തതയിൽ പല കുന്നിൻ മുകളിലും, കായലോരത്തും കടലോരത്തും ദേവസന്നിധികളിലും ചില ഗുരുസന്നിധികളിലുമെല്ലാം ആ യുവാവ് അലഞ്ഞു നടന്നു. ഏകാന്തതയിൽ ഏറെ സമയം ധ്യാനനിഷ്ഠനായിരുന്നു. അവിടുത്തെ ആ ധ്യാനത്തിന്റെ ആ തീഷ്ണത മനസ്സിലാക്കണമെങ്കിൽ ഒരു വേള കുമാരുവിനെ കാണുന്നില്ല. അന്വേഷണമായി അസാധാരണമായി വൈകുമ്പോൾ സ്വാഭാവികമായും ആശങ്കയുണ്ടാകും. വല്ല അപകടവും പിണഞ്ഞിരിക്കുമോ? അപൂർവം ചില സമയങ്ങളിൽ കൂട്ടുകാരോടൊത്ത് നീന്താറുണ്ട്. നീന്തലിൽ അസാധാരണമായ ധൈര്യവും വൈഭവവും ആശാനുണ്ടായിരുന്നു. മലന്നു കടന്നും നീന്തും. അന്ന് കായിക്കര കായല്
അക്കരെ ഇക്കരെ നീന്തിയെത്തുവാൻ ധൈര്യപ്പെടുന്നവർ അപൂർവമായിരുന്നു. ആശാനത് നിഷ്പ്രയാസം സാധിച്ചിരുന്നു. ആശങ്കയ്ക്ക് അതും ഒരു കാരണമാണ്. ഇങ്ങനെ വല്ല സാഹസവും നടത്തി അപകടം പിണഞ്ഞിരിക്കുമോ? അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽ വന്നില്ല. വിപുലമായ തെരച്ചിലിൽ അവസാനം കണ്ടെത്തി. വളരെ അകലെയല്ലാത്ത ഒരു കുന്നുണ്ട്. ആ കുന്നിൻ മുകളിൽ ധ്യാനനിഷ്ഠനായിരിക്കുകയായിരുന്നത്രേ. കണ്ടുപിടിച്ചവർ ചെന്ന് കുലുക്കി വിളിച്ചു. കുലുക്കി വിളിച്ചിട്ടും ഉണരുവാനേറെ സമയമെടുത്തു എന്നാണ്. എത്ര ഗാഠമായ സ്നേഹമാണ്, ധ്യാനമായിരുന്നു അത്. മാരു കണ്ണു തുറന്നു. അദ്ദേഹം പിന്നൊരിക്കൽ അനുസ്മരിച്ചത് ദേഹമുണ്ട് എന്ന് തോന്നിയില്ല എന്നാണ്. ശരീരമാകെ മരവിച്ചിരിക്കുന്നു. കുറെ സമയമെടുത്തു ശരീരം അതിൻ്റെ പഴയ താളത്തിൽ തിരിച്ചെത്തുവാൻ. അവിടെ നിന്ന് എഴുന്നേറ്റ കുന്നിറങ്ങിയത് ഒരു സതീർത്ഥ്യന്റെ തോളിൽ കൈയിട്ടായിരുന്നത്രേ. ഒന്നോർത്തു നോക്കൂ. അന്ന് ഗുരു ശിക്ഷണം ലഭിച്ചിട്ടില്ല. വായിച്ചുള്ള അറിവേ ഉള്ളൂ. അന്നത്തെ കാലത്തെ വായനയും മോശമായിരുന്നില്ല. കുമാരനാശാന്റെ പിതാവും ഒരു വിദ്വാനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബന്ധു അന്നത്തെ കാലത്ത് വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. കുമാരനാശാന്റെ കുമാരുവിന്റെ അടങ്ങാത്ത ജിജ്ഞാസ കണ്ട് ഏറെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ആ ബന്ധുവാണ്. കൊടുക്കുന്നതെല്ലാം താൻ പ്രതീക്ഷിക്കുന്നതിലും കാര്യമായി വായിക്കുന്നു. അത് വായിക്കുക മാത്രമല്ല, അത് പൂർണ്ണമായും സാംശീകരിക്കുന്നു എന്ന് മനസ്സിലാക്കി അന്നത്തെ കാലത്തെ പല ഗ്രന്ഥാലയങ്ങളിൽ നിന്നും ഗ്രന്ഥങ്ങൾ സ്വകാര്യമായി സൂക്ഷിച്ചിട്ടുള്ളവരുടെ പക്കൽ പോയി യാചിച്ചും ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ സംഘടിപ്പിച്ച് ആശാന് വായിക്കാൻ കൊടുക്കുമായിരുന്നത്രേ. ആശാൻ ഇങ്ങനെ രൂപപ്പെട്ടു വന്നതിൽ പ്രഥമഘട്ടത്തിൽ ഇങ്ങനെ ശ്രദ്ധയർപ്പിച്ച അജ്ഞാതരായ അത്തരം ആളുകളെ കൂടി നമ്മൾ നന്ദിപൂർവം ഓർക്കേണ്ടതാണ്. പല ക്ഷേത്ര സന്നിധികളിലും അദ്ദേഹം ചെന്നിരിക്കുമായിരുന്നു. സന്ദർഭവശാൽ ചിലരോടൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ ആ സംഭാഷണം ശ്രവിക്കുന്ന പലർക്കും മനസ്സിലാകുന്നു കേവലം ഒരു കുമാരനല്ലിത്. ഈ കുമാരന്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ അറിയാം വിജ്ഞാനത്തിനു വേണ്ടിയുള്ള ദാഹം. ദാഹം മാത്രമോ, അതിനോടകം ആർജിച്ചിട്ടുള്ള മനനം ചെയ്തിട്ടുള്ള തത്വങ്ങളുടെ നല്ല പ്രതിഫലനം ആ ജ്ഞാനത്തിന്റെ പ്രകാശം ആ കണ്ണുകളിൽ കാണും. അങ്ങനെ പലരും സംശയം ചോദിക്കുകയായി. പുഞ്ചിരിയോടെ പെറുക്കി പറയുന്ന വാക്കുകൾ ഇതെല്ലാം ആണി തറയ്ക്കുന്നത് പോലാണ്.
ആ പറയുന്നത് അത്രയും കേൾക്കുന്നവന്റെ ഉള്ളിൽ ഉറയ്ക്കുകയാണ്. അത് പിന്നെ ഒരു പതിവായി തുടങ്ങി. അവിടെ കൂടുന്ന ജിജ്ഞാസുക്കളുടെ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരം, ആവശ്യപ്രകാരം പല ആധ്യാത്മിക ഗ്രന്ഥങ്ങളും പുരാണ ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യുന്നു, അതിൻ്റെ അർത്ഥ പ്രവചനം നടത്തുന്നു. ഇങ്ങനെ അരുവിപ്പുറത്തെത്തുന്നതിനു മുമ്പേ ഇതാ അവിടുത്തെ ജ്ഞാനമറിഞ്ഞ് കുറഞ്ഞൊരാളുകളെങ്കിലും അദ്ദേഹത്തെ ആശാൻ എന്ന് വിളിച്ചു. ഏതാനും ആഴ്ചകൾ അദ്ദേഹം അധ്യാപക വൃത്തിയിൽ കഴിയുകയുണ്ടായി. അതോടെ വന്ന പേരല്ല ആശാൻ. അവിടുന്ന് പഠിച്ച സ്കൂളിൽ ഇതാ ഒരു ശ്രീ നാരായണപിള്ള എന്നൊരു ഇൻസ്പെക്ടർ വരുന്നു പരിശോധനയ്ക്കായി. അദ്ദേഹത്തെ വരവേറ്റുകൊണ്ടൊരു കവിത എഴുതി. ആ കവിത കേട്ട ആ മഹാൻ ഈ ബാലനെ അതിശയത്തോടെ നോക്കി. അയാളുടെ പഠിത്തം അവസാനിക്കുകയാണ്. അസാധാരണമായ ഒരു ഉത്തരവ് നൽകിയിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. ഈ ബാലനെ വിടണ്ട, ഈ ബാലനെ ഇവിടെ തന്നെ അധ്യാപകനായി നിയമിക്കുക. ഉടനടി തന്നെ അത് പ്രാവർത്തികമാവുകയും ചെയ്തു. പിന്നീട് അതിന് സാങ്കേതികമായ ചില നടപടിക്രമങ്ങളുണ്ട്. അത് നീങ്ങുമ്പോഴാണ് മനസ്സിലാക്കുന്നത് 15 വയസ്സെങ്കിലും പൂർത്തിയാകണം. 15 വയസ്സെങ്കിലും പൂർത്തിയായെങ്കിലേ നിയമനത്തിന് സാധ്യതയുള്ളൂ. അതുണ്ടായിരുന്നില്ല. അത് വലിയൊരു നിമിത്തമായി. ഒരുപക്ഷെ അന്ന് ആ അധ്യാപക നിയമനത്തിന് സാധുത ലഭിക്കുമായിരുന്നു എങ്കിൽ ആ അധ്യാപക വൃത്തിയിൽ മുഴുകിക്കൊണ്ട് പുരോഗമിച്ചുകൊണ്ട് മഹാകവി തന്നെയാകുമായിരുന്നു, സംശയമില്ല. പക്ഷെ ഇതുപോലെയാകുമായിരുന്നുവോ? ഇതും നിമിത്തമായിരുന്നു. അതുകൊണ്ടാണ് നിരന്തരമായ അന്വേഷണം, നിരന്തരമായ അലച്ചിൽ അത് സാധ്യമാകുന്നതും. ഇതിനോടകം തൃപ്പാദങ്ങളെക്കുറിച്ച് എന്തെല്ലാം കേട്ടിരിക്കുന്നു. കായിക്കര, അതിൻ്റെ സമീപത്താണ് അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങിന്റെ പ്രാധാന്യം എന്താണ്? ഗുരുവിന്റെ വന്ധ്യപിതാവിന്റെ ജന്മസ്ഥലമാണ്. ഇതെല്ലാം വർക്കലയുടെ പ്രാന്തപ്രദേശങ്ങളാണ്. ഗുരുദേവന്റെ സതീർത്ഥ്യരായിട്ടുള്ളവർ കായിക്കരയുണ്ടായി, അഞ്ചുതെങ്ങിലുണ്ടായിരുന്നു. ഗുരുദേവന്റെ സ്വകാര്യ യാത്രകൾ എന്ന് പറയുമ്പോൾ അവിടുന്ന് പലപ്പോഴും ആൾക്കൂട്ടത്തിൽ നിന്ന് നിഷ്ക്രമിച്ച് സഞ്ചരിക്കാറുണ്ടായിരുന്നു. ഒരു പ്രശസ്തനായതിനു ശേഷവും അത് സംഭവിക്കുന്നുണ്ട്. വാരണപ്പള്ളിയിൽ നിന്നും മടങ്ങി വന്ന് അവിടുന്ന് കുടിപ്പള്ളിക്കുടം കിട്ടിയത് ഈ നെടുങ്കണ്ടയ്ക്ക് സമീപമാണ്. ഇവിടെ സൂചിപ്പിക്കുന്നത് ആശാന്റെ ജന്മനാട്ടിൽ അതിലൂടെ പലവട്ടം അവധൂത വൃത്തിയിലും നാണുഭക്തനായും ഒക്കെ
ഗുരു സഞ്ചരിക്കുമായിരുന്നു. മഹത്വത്തെ തിരിച്ചറിയുവാൻ കഴിയുന്ന അപൂർവം ചിലരുണ്ട്. തൻ്റെ നാട്ടിലൂടെ ഇതാ കടന്നുപോയ ഗുരുവിനെ അതാരാണെന്നറിയില്ല. എങ്കിൽ പോലും കണ്ടപ്പോൾ ഇത് വന്ദനീയനാണ് എന്ന് മനസ്സിലാക്കി ചെന്ന് വന്ദിച്ച ഒരു സുഹൃതിയായിരുന്നു കുമാരനാശാന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ അപേക്ഷയെ മാനിച്ച് ഈ നാണുഭക്തൻ ആശാന്റെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട്. ഒരു വേള അവിടുന്ന് ചെല്ലുമ്പോൾ ആശാൻ തനിച്ചു കിടക്കുന്നു. ആ കുമാരുവിനെ ആശ്വസിപ്പിച്ച് രോഗത്തിനായി ഔഷധവും നിർദ്ദേശിച്ചിട്ടാണത്രേ ഗുരുദേവൻ മടങ്ങിയത്. ഇങ്ങനെ പൂർവ പരിചയമുണ്ട്. പലരും കരുതുന്നത് പോലെ ഒരു വേള ഒരു നിമിഷത്തിൽ ആ സമാഗമം നടന്നു. ഇവിടെ ഇതാ ഗുരുവിന്റെ സ്ഥിര അന്തേവാസിയായി, ഗുരുവിന്റെ ശിഷ്യനായി, മറ്റ് ലൗകിക ബന്ധങ്ങളെല്ലാം വിട്ട് ചെന്ന അതിൻ്റെ ഒരു ഔപചാരികത അരുവിപ്പുറം അന്തേവാസിത്വം സ്വീകരിച്ചതോടെയാണ്. ആ അരുവിപ്പുറത്ത് വന്ന് ഏതാനും ആഴ്ചകൾ അവിടുത്തെ ചര്യകളിൽ മുഴുകിയപ്പോൾ ആ മഹത്വത്തെ പൂർണ്ണമായും ആ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടെഴുതി. ഇതാ ഗുരുപാദ ദശകം. സൂചിപ്പിച്ച ശ്ലോകമുണ്ടല്ലോ, അതിൻ്റെ ഉത്തരവാദം എന്താണ്? ശോകം ചേർക്കുന്ന ജന്മക്ഷയ രുചകളശേഷം കെടുക്കും. ശോകം ചേർക്കുന്ന ജന്മക്ഷയ രുചകൾ അശേഷം കെടുക്കും. കടാക്ഷം തൂക്കും തുല്യം വെടിഞ്ഞുള്ളൊരു ഗുരുചരണം. തുല്യം വെടിഞ്ഞുള്ളൊരു ഗുരുചരണം. നമ്മൾ കണ്ടല്ലോ, മറ്റു ദേവതകളൊക്കെയുണ്ട്. അവർ ചിരസംസാരഹേതുക്കളത്രേ. ഇവിടെ ഇതാ താൻ കണ്ട ഗുരു ശോകം ചേർക്കുന്ന ജന്മക്ഷയ രുചകൾ അശേഷം കെടുക്കും. അത്തരത്തിലുള്ള കടാക്ഷം തൂകും. തുല്യം വെടിഞ്ഞുള്ളൊരു ഗുരുചരണം. സന്തതം ഊണിലും ഉറക്കത്തിലും ഇടപെടാതെ എന്ന് താല്പര്യം. സന്തതം ഞാൻ തൊഴുന്നേ. ഒരു സന്ദർഭത്തിൽ ആശാൻ പറയുന്നത്, എൻ താതനാം ദേവനോതുന്നതേ ഞാൻ. എൻ താതനാം ദേവൻ ഓതുന്നതേ ഞാൻ. എന്താകിലും ചെയ്യൂ. ഇതൊരു പ്രതിജ്ഞയല്ലേ? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, എന്ത് ചിന്തിച്ചപ്പോഴും എന്ത് പറഞ്ഞപ്പോഴും എന്ത് പ്രവർത്തിച്ചപ്പോഴും എൻ താതനാം ദേവൻ ഓതുന്നത്. ഇവിടെ ആശാൻ സ്വയം ഗുരുവിന്റെ ഒരു ഉപകരണമായി മാറുകയാണ്. കാരണം ഗുരുവാണെങ്കിൽ ശിഷ്യൻ ഉപകരണം അത്രേ.
ഗുരുവിലലിഞ്ഞ ശിഷ്യന്മാർ, ഗുരുവിന്റെ വാക്കുകൾ പോലെ ആഴമേറിയതായിരുന്നു ഗുരു. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ആണ്ടവർ ശിഷ്യഗണങ്ങളിൽ പലരുമുണ്ടായിരുന്നു. അവർ സുഹൃതികളത്രേ, ഗുരുവിൽ അലിഞ്ഞവരത്രേ. ആശാനെ വ്യതിരിക്തനാക്കുന്നത് ആ ആഴിയിൽ ആണ്ടുകൊണ്ട് ആ മഹാമഹിമയെ അവതരിപ്പിക്കാനുള്ള ത്രാണി നേടി. നമുക്കാകെയുള്ള ഒരു നിരാശ, ഈ മഹിമയെ ആവോളം ആവോളം ആർജിച്ചിട്ടും അവിടുന്ന് തന്നെ ആ ജീവിതം ഇതിനെ ഭാവി ലോകത്തിനു വേണ്ടി വരച്ചു കാട്ടുവാൻ ഹോമിച്ചിട്ടും അതിനുള്ള സകലതും മനസ്സിൽ ആവാഹിച്ച് സംഭരിച്ചിട്ടും അതിനെ രേഖപ്പെടുത്തുവാൻ കഴിയാതെ പോയല്ലോ. അദ്ദേഹം ഒരിക്കൽ വാൽമീകി രാമായണത്തിന്റെ പദാനുപദ തർജ്ജമ ചെയ്തു തുടങ്ങി. കുറേയേറെ ശ്ലോകങ്ങൾ രചിക്കുകയുമുണ്ടായി. അത് പിന്നീട് വേണ്ടെന്ന് വെച്ചു. വള്ളത്തോളെന്ന യുവകവി ആ സംരംഭത്തിൽ മുഴുകിയിരിക്കുന്നു എന്ന് അറിഞ്ഞു. നോക്കണം ആശാന്റെ ആ ഉദാര മനസ്ഥിതി. ആശാൻ അതിനകത്തൊന്ന് പിന്മാറേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ആശാന്റെ ഉദാര മനസ്സ് നമ്മൾ കാണുക. ഈ വാൽമീകി രാമായണത്തിന്റെ തർജ്ജമ അദ്ദേഹം നിർവഹിച്ചത് ശ്രീനാരായണ. ഏത് രാമായണമാണ് എങ്കിൽ ഇത് നാരായണായനം. അങ്ങനെ ഒരു ഇതിഹാസം രചിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു, അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു. നിസ്സാര ഒരു സദസ്സിലെ പ്രസംഗത്തിന് പോലും ഇത്രയും അനുഭവജ്ഞാനമുള്ള ഒരാൾക്ക് തയ്യാറെടുപ്പിന്റെ ആവശ്യമുള്ളതല്ല. പക്ഷേ കുറിച്ച് തയ്യാറാക്കി മാത്രമേ അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നുള്ളൂ. നിസ്സാരമായ അക്കാര്യത്തിന് പോലും ഇത്രയും തയ്യാറെടുക്കുന്ന ആശാൻ ഒരു നാരായണായനം, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ശ്രീനാരായണ ചരിതം, അത് രചിക്കുന്നതിന് എത്ര തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടാവും. അതും പല്ലനയാറ്റിൽ വിലയിച്ചു പോയല്ലോ എന്നൊരു സങ്കടമാണ്. അതിന് യോഗമോ ഭാഗ്യമോ ഉണ്ടായില്ലല്ലോ എന്ന സങ്കടമാണ്. പ്രിയമുള്ളവരെ, അതൊരു തപസ്സല്ലായിരുന്നോ? ആ തപസ് വൃഥാവിലാവില്ല. ഏതെങ്കിലും ഒരു ജീവനായി ആ ആത്മാവ് പുനരവതരിച്ച് ഭാവിയിൽ അത് നിർവഹിക്കാതെ വരില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം മഹാഭാഗ വരീക ഭാവാൻ നിർവാണ, നിമഗ്നനാകാതെ വീണ്ടും ലോകസേവയ്ക്കായി പതീതകാരുണികരാം ഭവാദൃശാസൂതന്മാരെ ക്ഷിതിദേവിക്കുന്നു വേണം അധികം പേരെ. ക്ഷിതിദേവിക്കുന്നു വേണം അധികം പേരെ. അവിടുന്ന് വീണ്ടും പുനരവതരിപ്പിക്കും എന്ന ഒരു പ്രതീക്ഷ പുലർത്തിക്കൊണ്ട് ധന്യസ്മരണകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആ പാദകമലങ്ങളിൽ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.